ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ, 28th ക്വസ്റ്റ്യൻ. The ratio between the ages of Ram and Mohan is 4:5, and that between the ages of Ram and Anil is 5:6. The sum of the ages of the three is 69 years. What is Mohan's age? 20, 24, 25, 30. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? 3 പേരുണ്ട് അതിനകത്ത്, റാം, മോഹന്, അനിൽ. ഓക്കെ, ഇവരുടെ ഏജിന്റെ റേഷ്യോ ആണ് നമുക്ക് തന്നേക്കുന്നത്. എന്താ നമുക്ക് തന്നേക്കുന്നത്? റാമും മോഹനും തമ്മിലുള്ള ഏജിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യം എത്രയാണ് തന്നേക്കുന്നത്? 4:5. 4:5. ഇനി എന്താ തന്നേക്കുന്നത്? റാമും അനിലും തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുണ്ട് നമുക്ക്? 5:6. ഇനി നമുക്ക് തന്നേക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും, റാമ്, മോഹന്, അനില്, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഏജ് കൂട്ടുന്ന ഉടനെ നമുക്ക് 69 ഇയേഴ്സ് ആണ് തന്നിട്ടുണ്ട്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഹന്റെ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മോഹന്റെ ഏജ് എത്രയാണ്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിനു മുമ്പ് നമുക്ക് റേഷ്യോയുടെ ഒരു കാര്യം നോക്കാം. നമുക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും നോക്കാം. ഓക്കെ, A:B നമുക്കറിയാം, റേഷ്യോ തന്നിട്ടുണ്ട്. B:C നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ A:B:C കണ്ടുപിടിക്കുന്നത്. A:B:C കണ്ടുപിടിക്കുന്നത്. ഓക്കെ, A:B അറിയാം, B:C അറിയാം. 3 എണ്ണത്തിന്റെയും കൂടെ ഉള്ള റേഷ്യോ A:B:C എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് A:B, AB. സെക്കൻഡ് എന്ന് പറയുന്നത് B:B. തേർഡ് എന്ന് പറയുന്നത് B:C. അതായത് ഷേപ്പ് നോക്കിയാൽ ആരോ പോകുന്നത് ഇങ്ങനെ വന്നു. അതായത് ഒരു ഇൻവേർട്ടഡ് എൻ ഷേപ്പിലാണ് പോകുന്നത്. അപ്പൊ ഇത് ഇൻവേർട്ടഡ് എൻ ഷേപ്പ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇപ്പൊ A:B ഉണ്ട്, B:C ഉണ്ട്, 2 റേഷ്യോ ഉണ്ട്. 3 റേഷ്യോ ആക്കണമെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് എൻ എന്ന് ഓർത്താൽ മതി. AB, BB, BC. AB, BB, BC. ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടേമും സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടേമും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 2 റേഷ്യോ ഉണ്ട്, അത് 3 എണ്ണത്തിന്റെ റേഷ്യോ ആക്കണമെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് എന്നെ ഓർത്താൽ മതി. അതിനകത്തുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടേമും സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടേമും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഒരു എക്സാമ്പിളോടെ നോക്കിയേ. A:B എന്ന് പറയുന്നത് 2:3 തന്നിട്ടുണ്ട്. B:C എന്ന് പറയുന്നത് 4:5 തന്നിട്ടുണ്ട്. നമുക്ക് A:B:C കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് A:B ഉണ്ട്, B:C ഉണ്ട്. ഓക്കെ, A:B:C കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻവേർട്ടഡ് എൻ ഷേപ്പ്. ഇവിടെ ബിയും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടേമും സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടേമും എന്താ? സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ഇൻവേർട്ടഡ് എൻ. ഫസ്റ്റ് എത്ര? 2:4 8. സെക്കൻഡ് എത്ര? 4:3 12. അടുത്ത എന്താ? 3:5 15. അപ്പൊ 3 എണ്ണത്തിന്റെ കൂടെയുള്ള റേഷ്യോ എന്ത് കിട്ടും നമുക്ക്? 8:12:15 എന്ന് കിട്ടും. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് 2 റേഷ്യോ വന്നിട്ടുണ്ടെങ്കിൽ 3 എണ്ണത്തിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. ഇൻവേർട്ടഡ് എൻ ഷേപ്പ് ആണ്. ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടേമും സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടേമും സെയിം ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. റാമും മോഹനും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നേക്കുന്നത്? റാമും അനിലും തമ്മിലുള്ള റേഷ്യോ വന്നിട്ടുണ്ട്. അതായത് R:M എന്ന് പറയുന്നത് 4:5ഉം R:A എന്ന് പറയുന്നത് 5:6ഉം തന്നിട്ടുണ്ട്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവരുടെയും കൂടെ ഉള്ള സം തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവർ 3 പേരും കൂടെ ഉള്ള റേഷ്യോ വേണം. ഓക്കെ, അപ്പൊ R:M:A എന്നോ നമുക്ക് റേഷ്യോ വേണം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടൈം M ആണ്, മോഹന്റെ ഏജ് ആണ്. സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടൈം എന്താ? റാം ആണ്, M അല്ല വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇന്റർചേഞ്ച് ചെയ്യണം. ഇന്റർചേഞ്ച് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ 2 കോമൺ ആയിട്ട് വന്നേക്കുന്ന R ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് റേഷ്യോ എന്നുള്ളതിന് ഇന്റർചേഞ്ച് ചെയ്ത് നമ്മൾ M:R എന്നാക്കി 5:4 എന്ന് കൊടുത്തു. അതായത് R-നെ സെക്കൻഡ് ടൈം ആയിട്ട് കൊണ്ടുവന്നു. അടുത്ത സെയിം അതുപോലെ തന്നെ ഇട്ടു. അപ്പൊ എന്ത് വന്നു? 5:6 എന്ന് കിട്ടും. മനസ്സിലായി? അതായത് ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടൈമും സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടൈമും സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ 2 എണ്ണം വന്നേക്കുന്ന റാം ആണ്. അപ്പം ഇവിടെ റാം വന്നാൽ ഇവിടെയാണ് റാം വരേണ്ടത്. അപ്പൊ നമ്മൾ ഇന്റർചേഞ്ച് അത്ര ചെയ്തിട്ടുള്ളൂ. ഇനി ഇൻവേർട്ടഡ് എൻ നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്ക് എന്താ കിട്ടുന്നത്? M:R:A എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് 5:5 25. അടുത്ത 5:4 20. അടുത്ത 4:6 24. കിട്ടിയില്ലേ? 25:20:24 ആണ് എന്ത്? മോഹന്റെ ഏജും റാമിന്റെ ഏജും അനിലിന്റെ ഏജും എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ റേഷ്യോ കിട്ടി. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? മോഹന്റെ ഏജ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഇവരെല്ലാരും കൂടെ ഉള്ള സം എത്രയാ? 69 ആണെന്നറിയാം. ഈ റേഷ്യോയുടെ സമ്മം നോക്കിയേ. 25 + 20 45, 45 24 69. 69 തന്നെയാണ് സമ്മം. അപ്പൊ നമുക്ക് നേരെ മോഹന്റെ ഏജ് ഇതിൽ തന്നെ കിട്ടി. എത്രയാണ് മോഹന്റെ ഏജ്? 25 ഇയേഴ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ ഏത് വരും?
ഓപ്ഷൻ സി 25 ഇയേഴ്സ് എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് റാമും മോഹനും തമ്മിലുള്ള റേഷ്യോ അറിയാം, റാമും അല്ലും തമ്മിലുള്ള റേഷ്യോ അറിയാം, 3 പേരും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. പക്ഷെ നമ്മളൊരു ചേഞ്ച് കൊണ്ടുവന്നു, മോഹൻ ഇസ്റ്റു റാം എന്നാക്കി. കാര്യം ഫസ്റ്റ് റേഷ്യോയുടെ സെക്കൻഡ് ടേമും സെക്കൻഡ് റേഷ്യോയുടെ ഫസ്റ്റ് ടേമും സെയിം ആയിരിക്കണം, എന്നിട്ട് വേണം നമുക്ക് ഇൻവേർട്ടഡ് തന്നെ അപ്ലൈ ചെയ്യാൻ. അപ്പൊ മോഹൻ ഇസ്റ്റു റാം ഇസ്റ്റു അനിൽ എന്ന് പറയുന്നത് 5 × 5 25, 5 × 4 20, 4 × 6 24, ഇൻവേർട്ടഡ് ആൻഡ് ഷേപ്പ്. ഓക്കെ, അത് കിട്ടി. സം നമുക്കറിയാം 69 ആണ്. അപ്പൊ ഈ റേഷ്യോയുടെ സമ്മും ഓട്ടോമാറ്റിക്കലി 69 തന്നെ വന്നു. അപ്പൊ നമുക്ക് ഡയറക്ട്ലി എന്തെടുക്കാം, മോഹന്റെ ഏജ് 25, റാമിന്റെ ഏജ് എത്ര 20, അനിലിന്റെ ഏജ് എത്ര 24. നമ്മൾ ചോദിച്ചേക്കുന്ന മോഹന്റെ ഏജ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ 25 ഇയേഴ്സ് ആണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 29. 10 years ago, a man was 7 times as old as his son. 2 years hence, twice his age will be equal to 5 times the age of his son. What is the present age of the son? 12, 13, 14, 15. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 10 വർഷം മുന്നേ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 7 times his son ആണ്. ഓക്കെ, 2 ഇയേഴ്സ് കഴിയുമ്പോൾ എത്രയാണ്? ട്വൈസ് സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത്, ട്വൈസ് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 5 times സണ്ണിന്റെ ഏജ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സണ്ണിന്റെ പ്രസന്റ് ഏജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്? 12 ഇയേഴ്സ്, 13 ഇയേഴ്സ്, 14 ഇയേഴ്സ്, 15 ഇയേഴ്സ്. ഓക്കെ, നമുക്ക് ആ റേഷ്യോ 2 റേഷ്യോ വെച്ചിട്ട് ചെയ്യാം, ജനറൽ രീതിയിലും ചെയ്യാം. ജനറൽ രീതിയിൽ നോക്കാം. 10 years agoയില് സണ്ണിന്റെ ഏജ് എക്സ് ആണെങ്കിൽ ഫാദറിന്റെ ഏജ് എത്രയാണ്? 10 വർഷം മുന്നേ സണ്ണിന്റെ ഏജ് എക്സ് ആണെങ്കിൽ ഫാദറിന്റെ ഏജ് 7 times ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എത്ര വരും? 7x എന്ന് വരും. 7x. 2 ഇയേഴ്സ് കഴിയുമ്പോഴോ 2 years hence എന്ത് വരും? എന്താ പറഞ്ഞേക്കുന്നത്? 2 years hence എന്താ പറഞ്ഞേക്കുന്നവര്? ട്വൈസ് ഹിസ് ഏജ്, ട്വൈസ് ഫാദേഴ്സ് ഏജ് എന്ന് പറയുന്നത് 5 times the age of the son എന്നാണ്. 2 years hence എന്ന് പറയുമ്പോൾ ശരിക്കും സണ്ണിന്റെ ഏജ് എന്താവും? x+2 ആണോ? അല്ല, 10 വർഷം മുന്നേ ആണ് എക്സ്. അപ്പം പ്രസന്റ് ഏജ് ആകുമ്പോൾ x+10 വരും. 2 years hence ആകുമ്പോൾ എന്ത് വരും? x+12 വരും. അപ്പൊ സണ്ണിന്റെ ഏജ് x+12 വരും. ഫാദറിന്റെ ഏജ് എന്ത് വരും? ഫാദറിന്റെ ഏജും അതേപോലെ എന്താ 7x+12 വരും. എങ്ങനെയാ 12 വന്നേ? എക്സ് എന്ന് പറഞ്ഞെടുത്തേക്കുന്നത് 10 വർഷം മുന്നേ ആണ്. അപ്പൊ പ്രസന്റ് ഏജ് ഇപ്പൊ എത്രയാ? x+10. 2 years hence എന്ന് പറയുമ്പോൾ x+12 അങ്ങനെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം എന്താ റിലേഷൻ പറഞ്ഞേക്കുന്നത്? ട്വൈസ് ഫാദേഴ്സ് ഏജ് ഈസ് ഈക്വൽ ടു 5 times സൺസ് ഏജ്. അപ്പൊ ട്വൈസ് ഫാദേഴ്സ് ഏജ് ഈക്വൽ ടു 5 times സൺസ് ഏജ്. ഇനി സോൾവ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 14x+24 ഈക്വൽസ് 5x+60. 9x എന്ന് പറയുന്നത് 36 എന്ന് കിട്ടും. x എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. അതായത് സണ്ണിന്റെ ഏജ് 4 ആയിരുന്നു 10 വർഷം മുന്നേ. പ്രസന്റ് ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രസന്റ് ഏജ് സണ്ണിന്റെ എത്ര വരും? 4+10 14 ഇയേഴ്സ് എന്ന് കിട്ടും. 14 ഇയേഴ്സ്, 14 വയസ്സായിരുന്നു സണ്ണിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത്. 14 വയസ്സ്. ഓപ്ഷൻ സി. ഒന്നുകൂടെ പറയാം. 10 വർഷം മുന്നേ സണ്ണിന്റെ ഏജ് എക്സാക്ട് എടുത്തു. ഫാദർ അപ്പൊ 7 times ആണ്. അപ്പൊ 7x ആയി. അതായത് 2 years hence ആകുന്നതുകൊണ്ട് എത്ര ആവും? x+12 ആവും. ഫാദർ 7x+12 ആവും. ഇവർ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എന്താണ്? ട്വൈസ് ഫാദേഴ്സ് ഏജ് എന്ന് പറയുന്നത് 5 times സൺസ് ഏജ് ആണ്. അപ്പൊ അത് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് നമുക്ക് സണ്ണിന്റെ ഏജ് 10 വർഷം മുന്നേ ഉള്ളത് 4 ആയിട്ട് കിട്ടി. അപ്പൊ പ്രസന്റ് ഏജ് എത്ര? 14 ഇയേഴ്സ് എന്ന് കിട്ടി. ഇത് നമുക്ക് 2 റേഷ്യോ ആക്കിയിട്ടും ചെയ്യാം. അതായത് 1:7 10 വർഷം മുന്നേ. ഇപ്പോഴോ 2 years hence 2:5 ആണ്. ഇവര് തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എത്രയാ? ടൈം ഗ്യാപ്പ് എത്രയാ? 12 വർഷമല്ലേ? 10 വർഷം മുന്നേ 1:7, 2 വർഷം കഴിയുമ്പോൾ 2:5. ടൈം ഗ്യാപ്പും അറിയാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആയിട്ട് അങ്ങനെ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയോ. ആ സെയിം ആൻസർ തന്നെ കിട്ടും നമുക്ക്. ഓപ്ഷൻ സി ട്രൈ ചെയ്ത് വരാം. ഏതെങ്കിലും രീതിയിൽ ചെയ്യാം, പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 30ാമത്തെ ക്വസ്റ്റ്യൻ. Ram's son's age is 1/3 of Ram's wife's age. Ram's wife's age is 4/5 of Ram's age. Ram's age is 3/5 of Ram's father's age. Find the age of Ram's son if Ram's father is 50 years old. Option A 6 years, option B 8 years, option C 10 years, option D 12 years. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? റാമിന്റെ സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് റാമിന്റെ വൈഫിന്റെ ഏജിന്റെ 1/3 ആണ്. റാമിന്റെ വൈഫിന്റെ ഏജോ റാമിന്റെ ഏജിന്റെ 4/5 ആണ്. റാമിന്റെ ഏജോ റാംസിന്റെ ഫാദറിന്റെ ഏജിന്റെ 3/5 ആണ്. അങ്ങനെയാണെങ്കിൽ റാമിന്റെ സണ്ണിന്റെ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്.
ഇനി അത് തന്നേക്കുന്ന ഒരു ഡേറ്റ, റാമിന്റെ ഫാദറിന്റെ ഏജ് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നേക്കുന്നത്? 50 വയസ്സ്, 50 ഇയേഴ്സും തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കേണ്ട റാം സണ്ണിന്റെ ഏജ് ആണ്. നമുക്ക് എഴുതിയാൽ മതി, വളരെ സിമ്പിൾ ആണ് ഇത്. ഓക്കെ, റാംസ് ഫാദറിന്റെ ഏജ് എത്രയാണ് തന്നേക്കുന്നത്? തന്നേക്കുന്നത് അതാണ് റാംസ് ഫാദർ ഏജ്. എത്രയാണ് തന്നേക്കുന്നത്? 50 വയസ്സാണ് തന്നിട്ടുണ്ട്. ഇപ്പൊ റാമിന്റെ ഫാദറിന്റെ ഏജ് 50 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റാമിന്റെ ഏജ് കണ്ടുപിടിക്കാം. റാംസിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ എത്രയാ? 3/5 ഓഫ് റാംസ് ഫാദർ ഏജ് ആണ്. 3/5. അപ്പൊ എത്ര കിട്ടി? 30 കിട്ടി. അപ്പൊ റാമിന്റെ ഏജ് നമുക്ക് എത്ര കിട്ടി? 30 വയസ്സാണ് റാമിന്റെ ഏജ്. റാമിന്റെ ഏജ് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ റാമിന്റെ വൈഫിന്റെ ഏജ് കണ്ടുപിടിച്ചൂടെ? റാമിന്റെ വൈഫിന്റെ ഏജ് എന്ത് വരും? 4/5 ഓഫ് റാംസ് ഏജ്. 4/5 ഓഫ് റാംസ് ഏജ്. അപ്പൊ എത്ര കിട്ടും? 24 എന്ന് വരും. ഇപ്പൊ റാമിന്റെ വൈഫിന്റെ ഏജ് നമുക്ക് അറിയാമെങ്കിൽ റാമിന്റെ സണ്ണിന്റെ ഏജ് കണ്ടുപിടിച്ചൂടെ? എത്ര വരും? റാമിന്റെ വൈഫിന്റെ ഏജിന്റെ 1/3 അല്ലേ? അപ്പൊ എത്ര വരും? 8 ഇയേഴ്സ് എന്ന് കിട്ടും. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. റാം സൺ ഏജ് എന്ന് പറയുന്നത് 8 ഇയേഴ്സ് ആണ്. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഒന്നുകൂടെ പറയാം നമുക്ക്. റാമിന്റെ ഫാദറിന്റെ ഏജ് ഡയറക്ട്ലി വന്നിട്ടുണ്ട് 50 ഇയേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ റാമിന്റെ ഏജ് കണ്ടുപിടിക്കാം. കാര്യം അവർ തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. റാം ഫാദർ ഏജിന്റെ 3/5 ആണ് റാമിന്റെ ഏജ്. അപ്പം റാമിന്റെ ഏജ് കിട്ടി എത്രയാണ്? 30 വയസ്സെന്ന് കിട്ടി. ഓക്കെ, റാമിന്റെ ഏജ് അറിയാമെന്നുണ്ടെങ്കിൽ റാമിന്റെ വൈഫിന്റെ ഏജ് കണ്ടുപിടിക്കാം. 4/5 ആണ്. 4/5 × 30 24 എന്ന് കിട്ടി. റാമിന്റെ വൈഫിന്റെ ഏജ് അറിയാമെന്നുണ്ടെങ്കിൽ റാമിന്റെ സണ്ണിന്റെ ഏജ് എത്രയാ? ജസ്റ്റ് അതിന്റെ 1/3 ആണ്. അപ്പൊ എത്ര കിട്ടും? 8 വയസ്സെന്ന് കിട്ടും. ഓപ്ഷൻ ബി 8 ഇയേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 31. A couple has a son and a daughter. The age of the father is 4 times that of the son. The age of the daughter is 1/3 of that of her mother. The wife is 6 years younger to her husband, and sister is 3 years older than her brother. The mother's age is 42, 48, 54, 63. എന്താ പറഞ്ഞേക്കുന്നതിനകത്ത്? ഒരു ഫാദറും മദറും ഉണ്ട്. അവർക്ക് ഒരു മകനും ഉണ്ട്, ഒരു മകളും ഉണ്ട്. 4 പേരുണ്ട്. ഇവർ തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് തന്നേക്കുന്നതെല്ലാം. ഇത് ആരുടെ ഏജ് ആണ് ചോദിച്ചേക്കുന്നത്? മദറിന്റെ ഏജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. മദറിന്റെ ഏജ്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് മകന്റെ ഏജിനെക്കാളും 4 ടൈംസ് ആണ്, 4 മടങ്ങാണ്. ഓക്കെ, ഡോട്ടറിന്റെ ഏജ് എന്ന് പറയുന്നത് മദറിന്റെ ഏജിന്റെ 1/3 ഉള്ളൂ. ഫാദറും മദറും തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എത്രയാ? ഹസ്ബൻഡും വൈഫും 6 ഇയേഴ്സ് ആണ്. ഓക്കെ, സിസ്റ്ററും ബ്രദറും തമ്മിലോ 3 ഇയേഴ്സ് ആണ്. ഈ റിലേഷൻ എല്ലാം എഴുതുക. മദറിന്റെ ഏജ് ആണ് ചോദിച്ചേക്കുന്നത്. മദറിന്റെ ഏജ് റിലേഷൻ എഴുതുക. ഓക്കെ, നമ്മളെല്ലാം ഇനി ഫാദറിന് എഫും മദറിന് എമ്മും സണ്ണിന് എസും ഡോട്ടറിന് ഡിയും ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് നോക്കിയേ. The age of the father is 4 times that of son. ഫാദർ എന്ന് പറയുന്നത് 4 times son. ഓക്കെ, അടുത്ത ഡോട്ടർ ഇസ് 1/3 ഓഫ് മദർ. ഡോട്ടർ എന്ന് പറയുന്നത് 1/3 ഓഫ് മദർ. അല്ലെങ്കിൽ മദർ എന്ന് പറയുന്നത് എത്രയാ? 3 ടൈംസ് ഡോട്ടർ ആണ്. 3 ടൈംസ് ഡോട്ടർ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? വൈഫ് ഇസ് 6 ഇയേഴ്സ് യങ്ങർ ടു ഹർ ഹസ്ബൻഡ്. അപ്പം ഫാദറിന്റെ ഏജ് മദറിനെക്കാട്ടിലും 6 വയസ്സ് കൂടുതലാണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? സിസ്റ്റർ ഇസ് 3 ഇയേഴ്സ് ഓൾഡർ ദാൻ എ ബ്രദർ. അപ്പൊ ഡോട്ടർ ആണ് പ്രായം കൂടുതൽ. ഡോട്ടറിന്റെ എത്രയാ? സണ്ണിനെക്കാട്ടിലും 3 വയസ്സ് കൂടുതലാണ്. ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. നമുക്ക് ഇനി എന്താ കണ്ടുപിടിക്കേണ്ട മദറിന്റെ ഏജ് ആണ് അല്ലെ? മദറിന്റെ ഏജ് ആണ്. മദറിന്റെ ഏജ് എത്ര വരും? നമ്മളെ ഇക്വേഷൻ പോലെ നമ്മൾ മദറിന് സ്റ്റാർട്ട് ചെയ്യും. m = 3d എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കുക. മദർ എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ഡോട്ടർ അല്ലേ? അതിന് സ്റ്റാർട്ട് ചെയ്തു. ഡോട്ടറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സൺ +3 എന്ന് കൊടുക്കാം അല്ലെ? ഡോട്ടർ എന്ന് പറയുന്നത് സണ്ണിനേക്കാൾ 3 വയസ്സ് കൂടുതലാണ്. ഓക്കെ, സണ്ണിന് പകരം എന്ത് കൊടുക്കാം? സണ്ണിന് പകരം എനിക്ക് f/4 എന്ന് കൊടുത്തൂടെ? f/4. അപ്പൊ സണ്ണിന് പകരം ഞാൻ എന്ത് കൊടുത്തു? f/4 എന്ന് കൊടുത്തു. എഫിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം? മദർ +6 എന്ന് കൊടുക്കാം. അതായത് ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് മദർ +6 ആണ്. ഓക്കെ, ഇനി ഇങ്ങോട്ട് എഴുതാം. 3 × m+6/4 +3 ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിന്റെ LCM എടുക്കണം. ആ ഒറ്റ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതാം. എന്തൊരു LCM എടുക്കുന്നുണ്ട്? എന്ത് വരും? m+6 + 3 × 4 12 വരും. /4 എന്ന് പറയുന്നത് ഇത് ഈക്വൽ ടു എന്താ? m തന്നെയാണ്. m ന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈക്വൽ ടു m ആണ്. ഇനി ഇത് 4 ടൈംസ് ആയി. 4m എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 3m + 6 + 12 എത്ര? 18. 18 × 3 54. 3m ഇങ്ങോട്ട് എടുത്തു. അപ്പൊ m എന്ന് പറയുന്നത് എത്ര കിട്ടി? 54 എന്ന് കിട്ടി. അതായത് മദറിന്റെ ഏജ് എന്ന് പറയുന്നത് 54 ഇയേഴ്സ് എന്ന് കിട്ടി. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഇത് വേറെ ചെയ്തില്ല. തന്നേക്കുന്ന റിലേഷൻ എല്ലാം നമ്മൾ എഴുതി. ഫാദർ എന്ന് പറയുന്നത് 4 ടൈംസ് സൺ ആണ്. ഡോട്ടർ എന്ന് പറയുന്നത് 1/3 മദർ ആണ്. ഫാദർ എന്ന് പറയുന്നത് മദർ +6 ആണ്. ഡോട്ടർ എന്ന് പറയുന്നത് സൺ +3 ആണ്. ഇതെല്ലാം നമ്മൾ എഴുതി. ഇനി മദറിന്റെ ഏജ് കണ്ടുപിടിക്കും. അപ്പൊ എല്ലാം നമ്മൾ എമ്മിന്റെ ടേംസിലാക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എമ്മിന്റെ ഒരു ഇതെടുത്തു. m = 3d. d എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത്? s + 3 ആണ്. s എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം? f/4 ആണെന്നറിയാം.
എഫ് എന്ന് പറയാൻ നമുക്ക് എന്താണെന്ന് അറിയാം, n+6 എന്നറിയാം. എല്ലാം ഇട്ട് കൊടുത്തപ്പോ എന്തായി, ഫുൾ എമ്മിന്റെ ടേംസിലായില്ലേ, m = തന്നെ ഫുൾ എമ്മിന്റെ ടേംസിലായി. പിന്നെ LCM എടുത്തു, സിംപ്ലിഫൈ ചെയ്തു, എമ്മിന്റെ വാല്യൂ എന്ത് കിട്ടി, മദറിന്റെ ഏജ് 54 വയസ്സെന്ന് കിട്ടി. ഓപ്ഷൻ സി. ഓക്കെ, നമുക്ക് ഓപ്ഷൻ സി ട്രൈ ചെയ്യാൻ പറ്റും. ഇത് ഓപ്ഷൻ സി കൂടെ കാണിച്ചു തരാം. ഓപ്ഷൻ സി നമുക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ മദറിന്റെ ഏജ് 42 ആണ്. മദറിന്റെ ഏജ് 42 ആണെങ്കിൽ ഡോട്ടറിന്റെ ഏജ് എത്ര, അതിന്റെ 1/3 അല്ലേ, അപ്പൊ എത്ര വരും, 14 എന്ന് കിട്ടും. ഡോട്ടറിന്റെ ഏജ് 14 ആണെങ്കിൽ സണ്ണിന്റെ ഏജ് എത്ര വരും, സണ്ണിന്റെ ഏജ് ഒരു 3 കുറവല്ലേ, ഡോട്ടറാണ് എൽഡർ, അപ്പൊ സണ്ണിന്റെ ഏജ് എത്ര വരും, സണ്ണിന്റെ ഏജ് 11 എന്ന് വരും. ഫാദറിന്റെ ഏജ് എത്ര വരും, ഈ മദറിനേക്കാളും എത്രയാണ്, 6 കൂടുതലാണ്, അപ്പൊ എത്ര വരും, 48 എന്ന് വരും. പക്ഷെ ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താ, 4 ടൈംസ് ആണെന്നാണ്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പൊ ഈ ഓപ്ഷൻ അല്ല. അടുത്ത ഓപ്ഷൻ എത്രയാ വന്നേക്കുന്നത്, മദറിന്റെ ഏജ് 48 ആണ്. മദറിന്റെ ഏജ് 48 ആണ്, ഡോട്ടറിന്റെ എത്രയാ, അതിന്റെ 1/3 ആണ്, 16 എന്ന് കിട്ടും. ഡോട്ടറിന്റെ 16 ആണെങ്കിൽ സണ്ണിന്റെ എത്രയാ, ഒരു 3 കുറച്ചാൽ മതി, 13. ഫാദറിന്റെ എത്രയാ, ഫാദറിന്റെ മദറിനേക്കാൾ 6 കൂടുതലാണ്, 54. 13 × 4 ആണോ 54, അല്ല, 52 വരത്തുള്ളൂ. അപ്പൊ ഈ ഓപ്ഷനും അല്ല. അടുത്ത മദറിന്റെ ഏജ് 54, അപ്പൊ ഡോട്ടറിന്റെ ഏജ് എത്രയാ, അതിന്റെ 1/3, അപ്പൊ എത്ര വരും, 18 എന്ന് കിട്ടും. ഓക്കെ, ഡോട്ടറിന്റെ ഏജ് 18 ആണെങ്കിൽ സണ്ണിന്റെ എത്രയാ, ഒന്ന് 3 കുറച്ചാൽ പോരെ, 15 എന്ന് കിട്ടി. ഫാദറിന്റെ ഏജ് എത്രയാ, ഫാദറിന്റെ ഏജ് മദറിനെക്കാട്ടിലും 6 കൂടുതൽ, 60 എന്ന് കിട്ടി. ഇവര് തമ്മിൽ എത്ര, 4 ടൈംസ് ആണോ, അതെ, 15 × 4 ആണ് 60. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ, ഓപ്ഷൻ സി, മദറിന്റെ ഏജ് 54 ഇയേഴ്സ് എന്ന് കിട്ടും, 54 വയസ്സ്. അപ്പൊ ഓപ്ഷൻ സി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പ്രോബ്ലം സോൾവേഴ്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഓപ്ഷൻ സി ട്രൈ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഏതാ ഈസി എന്ന് വെച്ചാൽ അത് നോക്കിയാൽ മതി. എല്ലാം സോൾവ് ചെയ്യുന്നതെല്ലാം ഈസിയാണ്, വളരെ ഈസി ടോപ്പിക് ആണ് പ്രോബ്ലം സോൾവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റീനുസ് ഫാദർ വാസ് 38 years of age when she was born, while her mother was 36 years old when her brother 4 years younger to her was born. What is the difference between the ages of his parents? 2, 4, 6, 8. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്, റീനുവിന്റെ ഫാദറിന്റെ ഏജ് 38 ആയിരുന്നു എപ്പോഴാണ്, റീനു ജനിച്ചപ്പോൾ. റീനുവിന്റെ മദറിന്റെ ഏജ് എത്രയാണ്, 36 ആണ് എപ്പോഴാണ്, റീനുവിന്റെ ബ്രദർ ജനിച്ചപ്പോൾ. ആ ബ്രദർ 4 വർഷം യങ്ങർ ആണ് റീനുവിനെക്കാട്ടിലും. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ പേരൻസ് തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാ, 2, 4, 6, 8. ഓക്കെ, റീനുവിന്റെ മദറിന്റെ ഏജ് എത്രയാണ്, റീനൂസ് മദർ ഏജ് വെൻ ബ്രദർ വാസ് ബോൺ എത്രയാണ്, ബ്രദർ ജനിച്ചപ്പോ റീനുവിന്റെ മദറിന്റെ ഏജ് എത്ര തന്നിട്ടുണ്ട്, നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 36 തന്നിട്ടുണ്ട്, 36 അല്ലേ. അപ്പൊ ഈ ബ്രദർ ജനിച്ച സമയത്ത് റീനുവിന്റെ ഫാദറിന്റെ ഏജും കൂടെ കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടാം, ഡിഫറൻസ് എടുക്കാം. ഏതെങ്കിലും ഒരു സമയത്തെ നോക്കുക, ഒന്നെങ്കിൽ റീനു ജനിച്ചപ്പോ നോക്കുക, അല്ലെങ്കിൽ റീനുവിന്റെ ബ്രദർ ജനിച്ചപ്പോഴത്തെ നോക്കുക. അപ്പൊ റീനുവിന്റെ ബ്രദർ ജനിച്ചപ്പോ റീനുവിന്റെ മദറിന്റെ ഏജ് എത്രയാണ്, 36 ആണ്. അപ്പൊ റീനുവിന്റെ ഫാദറിന്റെ ഏജ് എന്ത് വരും, റീനൂസ് ഫാദർ ഏജ് ബ്രദർ ജനിച്ചപ്പോ എത്ര വരും, നമുക്ക് ഡയറക്ട്ലി തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, റീനുവിന്റെ ഫാദറിന്റെ ഏജ് 38 ആയിരുന്നു എപ്പോഴാണ്, റീനു ജനിച്ചപ്പോ. അപ്പൊ റീനുവിന്റെ അനിയൻ ജനിക്കുന്നത് 4 വർഷം കഴിഞ്ഞിട്ടാണ്. കാര്യം 4 ഇയേഴ്സ് ആണ് അവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പ്. അത് തന്നിട്ടുണ്ട്, 4 ഇയേഴ്സ് യങ്ങർ ആണ്. അവരുടെ ഏജ് ഗ്യാപ്പ് 4 തന്നിട്ടുണ്ട്. അപ്പൊ 4 വർഷം കൂടെ കഴിയുമ്പോഴാണ് എന്ത്, റീനുവിന്റെ ബ്രദർ ജനിക്കുന്നത്. അപ്പൊ 38 വയസ്സ് റീനു ജനിക്കുമ്പോൾ ഉള്ള ഫാദർ 4 വർഷം കഴിയുമ്പോൾ എത്ര ആവും, 42 എന്ന് കിട്ടും. അപ്പൊ 36, 42 ആണ് റീനുവിന്റെ ബ്രദർ ജനിച്ചപ്പോ അവരുടെ പ്രായം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഏജ് ഗ്യാപ്പ് എത്രയാണ്, 42 - 36, 6, 6 ഇയേഴ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ സി, 6 ഇയേഴ്സ് കിട്ടും. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഏതെങ്കിലും ഒരു പീരീഡിൽ ഫിക്സ് ചെയ്യുക, എന്നിട്ട് രണ്ടുപേരുടെ ഏജ് നോക്കുക, ഡിഫറൻസ് എടുക്കുക, അത്രേ ഉള്ളൂ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാവും, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 33. എ മാൻ വാസ് ആസ്ക്ഡ് ടു സ്റ്റേറ്റ് ഹിസ് ഏജ് ഇൻ ഇയേഴ്സ്. ഹിസ് റിപ്ലൈ വാസ്, ടേക്ക് മൈ ഏജ് 3 years hence, multiply it by 3, and then subtract 3 times my age 3 years ago, and you will know how old I am. What is the age of the man? 18, 20, 24, 32. ഒരാളുടെ അടുത്ത് പ്രായം ചോദിച്ചു, അയാൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്താ പറഞ്ഞേക്കുന്നത്, ടേക്ക് മൈ ഏജ് 3 years hence, 3 വർഷം കൂട്ടുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, എന്ത്, 3 times my age 3 years ago, 3 വർഷം മുന്നേ ഉള്ള ഏജ് 3 times കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രായം ഇപ്പൊ എത്രയാണെന്നുള്ളത് മനസ്സിലാവും. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞേക്കുക, പക്ഷെ നമുക്ക് പ്രശ്നമില്ല, നമുക്കത് എഴുതാം. എഴുതുമ്പോൾ വളരെ ഈസി ആകും. 33ാമത്തെ ക്വസ്റ്റ്യൻ, മാന്റെ ഏജ് എന്ന് പറയുന്നത് നമ്മൾ അതാണ് കണ്ടുപിടിക്കേണ്ട, എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, പുള്ളി എന്താ പറഞ്ഞേക്കുന്നത്, മാന്റെ ഏജ് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്, ടേക്ക് മൈ ഏജ് 3 years hence, 3 വർഷം കഴിയുമ്പോൾ x + 3, മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 3,
മൾട്ടിപ്ലൈ ചെയ്തു. ആൻഡ് സബ്ട്രാക്ട് 3 times my age 3 years ago എന്താവും x minus 3. Then you will know how old I am. അപ്പോഴാണ് എന്റെ പ്രായം എത്രയാണുള്ളത്. എന്റെ പ്രായം എത്രയാണ് എടുത്തേക്കുന്നത്? x ആണ്. ഇത്രയേ ഉള്ളൂ. Take my age 3 years hence, multiply it by 3, subtract 3 times my age 3 years ago. Then you will know how old I am. ഇവിടെ നേരെ എഴുതി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 3x plus 9 minus 3x മൈനസും വരുമ്പോൾ പ്ലസ് 9 ഈക്വൽ ടു x. 3x ക്യാൻസൽ ചെയ്യുമ്പോൾ x ഈക്വൽ ടു എത്ര വരും? 18 years എന്ന് കിട്ടും. അതായത് 18 വയസ്സായിരുന്നു ആ ആളുടെ ഏജ്. ഓപ്ഷൻ എ 18 years എന്ന് കിട്ടും. ഓപ്ഷൻ എ 18 years. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 34ാമത്തെ ക്വസ്റ്റ്യൻ. 34. The ratio of a man's age and his son's age is 7:3. Product of their age is 756. The ratio of their ages after 6 years will be 56:2, 2:1, 11:2, 13:9. എന്താ പറഞ്ഞേക്കുന്നത്? ഫാദറിനെ സൺഡേ ഏജിന്റെ റേഷ്യോ നമുക്കറിയാം എന്താണ്? 7:3. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 756. അങ്ങനെയാണെങ്കിൽ അവരുടെ ഏജിന്റെ റേഷ്യോ ആഫ്റ്റർ 6 years എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഫാദറിന്റെയും സണ്ണിന്റെയും ഏജിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 7:3. ഇനി ഇവരുടെ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? പ്രൊഡക്റ്റ് 756 ആണ്. അപ്പൊ ഏജ് റേഷ്യോ നമുക്കറിയാവുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം? 7x 3x ആണ് അവരുടെ ഏജിൽ നിന്ന് എടുക്കാം. ഓക്കെ, അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് എത്രയാണ്? 756 ആണ്. സോൾവ് ചെയ്തേ 21x² എന്ന് പറയുന്നത് 756 എന്ന് കിട്ടും. x² എന്ന് പറയുന്നത് 756 by 21 എന്ന് വരും. അപ്പൊ എത്ര വരും? 36 എന്ന് വരും. x ഈക്വൽ ടു 6 എന്ന് വരും. ഓക്കെ, x ഈക്വൽ ടു 6 എന്ന് വരും. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ചോദിച്ചേക്കുന്നത് പ്രസന്റ് ഏജ് വല്ലതും ആണ്? അല്ല, റേഷ്യോ ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 6 years ആണ്. അപ്പം പെർസെന്റേജ് എത്ര വരും? 7 into 6 42, 3 into 6 18 വരും പെർസെന്റേജ്. അപ്പൊ ആഫ്റ്റർ 6 years എത്രയാ? 48 ഉം 24. റേഷ്യോ എന്ത് വരും? 2:1. വളരെ ഈസിയാണ്. 2:1. ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഒന്നുകൂടെ പറയത്, ഫാദറിനെ സണ്ണിന്റെ മാനിനെ സണ്ണിന്റെ ഏജിന്റെ റേഷ്യോ 7:3 ആണ് നമുക്കറിയാം. ഇവരുടെ പ്രൊഡക്റ്റ് നമുക്കറിയാം എത്രയാണ്? 756 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 7:3 ആയിരുന്നു. നമ്മൾ 7x 3x ആയിട്ട് നമ്മൾ എടുത്തു. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് എടുത്തു. 21x² എന്ന് പറയുന്നത് 756. സോൾവ് ചെയ്യുന്നതുകൊണ്ട് x² എന്ന് പറയുന്നത് 36 കിട്ടി. x എന്ന് പറയുന്നത് 6 എന്ന് കിട്ടി. x 6 കിട്ടിയാൽ എന്തായിരുന്നു? 42, 3 into 6 18. അപ്പൊ അവരുടെ പ്രസന്റ് ഏജ് കിട്ടി. പ്രസന്റ് ഏജ് അല്ല നമ്മൾ ചോദിച്ചേക്കുന്നത്, ആഫ്റ്റർ 6 yearsന്റെ റേഷ്യോ ആണ്. അപ്പൊ ആഫ്റ്റർ 6 years എന്ത് വരും? 42 + 6 48, 18 + 6 24. അപ്പൊ അതിന്റെ റേഷ്യോ എന്ത് വരും? 2:1 എന്ന് കിട്ടും. 2:1. ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The ratio of the ages of a man and his wife is 4:3. After 4 years, this ratio will be 9:7. If at the time of their marriage, the ratio of their ages was 5:3, then how many years ago were they married? 8 years, 10 years, 12 years, 15 years. എന്താ പറയുന്നത് ഇതിനകത്ത്? The ratio of the ages of a man and his wife is 4:3. ഇപ്പൊ മാനും വൈഫും തമ്മിലുള്ള, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഏജ് റേഷ്യോ അറിയാം 4:3 ആണ്. 4 വർഷം ബാക്കിലോട്ട് പോകുമ്പോൾ അവരുടെ റേഷ്യോ എന്താ? 4 വർഷം ബാക്കിലോട്ടല്ല, ആഫ്റ്റർ 4 years, 4 വർഷം കഴിയുമ്പോൾ അവരുടെ ഏജ് റേഷ്യോ എത്രയാ? 9:7 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ പറഞ്ഞേക്കുന്നത്? മാരേജിന്റെ സമയത്ത് അവരുടെ ഏജ് റേഷ്യോ 5:3 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വർഷം മുന്നേ ആണ് അവര് കല്യാണം കഴിച്ച് എന്നാണ് ചോദിച്ചേക്കുന്നത്. 8 years, 10 years, 12 years, 15 years. ഓക്കെ, കുറെ റേഷ്യോസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. പ്രസന്റ് ഏജ്, ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ഇപ്പോഴത്തെ ഏജിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. 4 വർഷം കഴിഞ്ഞിട്ടുള്ളതിന്റെ തന്നിട്ടുണ്ട്. കല്യാണം കഴിച്ച സമയത്തുള്ള സമയം തന്നിട്ടുണ്ട്. നമുക്ക് അറിയേണ്ട എത്ര വർഷം മുന്നേ ആണ് കല്യാണം കഴിച്ചതെന്നാണ് അറിയേണ്ടത്. 8 years, 10 years, 12 years, 15 years. പല രീതിയിൽ സോൾവ് ചെയ്യാം. റേഷ്യോ എടുത്തിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, 4:3 ആണ് അവരുടെ പ്രസന്റ് ഏജ് റേഷ്യോ എന്ന് പറയുന്നത്. മാനും വൈഫും, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 4:3 ആണ് പ്രസന്റ് റേഷ്യോ. 4 വർഷം കഴിയുമ്പോൾ എത്രയാവും? 9:7. അതായത് 4 വർഷം കഴിയുമ്പോൾ ടൈം ഗ്യാപ്പ് 4 വർഷത്തിൽ 9:7 ആകും. അപ്പൊ നമുക്ക് നോക്കിയേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 7 28 minus 3 into 9 27. എത്ര കിട്ടി? 1 എന്ന് കിട്ടി. അപ്പൊ കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടൈം ഗ്യാപ്പ് ഇൻറ്റു ഈ രണ്ടാമത്തെ റേഷ്യോയുടെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതിന്റെ ഡിഫറൻസ്. അപ്പൊ എത്ര കിട്ടി? 8 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് 8 എന്ന് കിട്ടും. അപ്പൊ ഇത് ഇൻറ്റു 8 ചെയ്യുന്നോണ്ട് 32 എന്ന് കിട്ടും. ഇത് ഇൻറ്റു 8 ചെയ്യുന്നോണ്ട് എന്ത് കിട്ടും? നമുക്ക് 24 എന്ന് കിട്ടും. അപ്പൊ അവരുടെ ഹസ്ബൻഡിന്റെ വൈഫിന്റെ പ്രസന്റ് ഏജ് നമുക്ക് കിട്ടി എത്രയാണ്? 32, 24. നമ്മൾ ഇതുപോലെ ചെയ്താൽ നമുക്ക് റേഷ്യോ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ എന്ത് ചെയ്യാം?
ഓരോ ഏജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ടൈം ഗ്യാപ്പ് അറിയാം, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാൻ ഡിഫറൻസ് എടുക്കാം, അത് ഡിനോമിനേറ്ററിൽ വരും. രണ്ടാമത്തെ റേഷ്യോയുടെ ഡിഫറൻസ് ഇൻറ്റു ടൈം ഗ്യാപ്പ് ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തതിന്റെ ഡിഫറൻസ് ചെയ്യുന്നത് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് കിട്ടും. നമ്മൾ കുറെ ക്വസ്റ്റൻ ചെയ്തു തരും. ഓക്കെ, നമുക്ക് 8 എന്ന് കിട്ടി. 32, 24 ആണ് അവരുടെ പ്രായം, പ്രസന്റ് ഏജ്. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? എത്ര വർഷം ബാക്കിൽ ആണ് അവർ കല്യാണം കഴിച്ചതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അവിടെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര കിട്ടും? റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. എത്ര വർഷം ബാക്കിലാണ് 5:3 വരുന്നത്? വേണമെങ്കിൽ ഇനി ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കാം. ഓപ്ഷൻസ് ഒന്നെങ്കിൽ അല്ലെങ്കിൽ എക്സ് എടുത്തിട്ട് ചെയ്യാം. എക്സ് ഇയേഴ്സ് എഗോ ആണെന്ന് വെച്ചിട്ട് 32 മൈനസ് എക്സും 24 മൈനസ് എക്സും റേഷ്യോ 5:3 കിട്ടുന്ന വെച്ച് സോൾവ് ചെയ്യാം ജനറൽ രീതിയിൽ. അല്ലെങ്കിൽ ഓപ്ഷൻസ് ട്രൈ ചെയ്ത് നോക്കാം. 8 ഇയേഴ്സ് ബാക്ക്, ഫസ്റ്റ് ഓപ്ഷൻ 8 ഇയേഴ്സ്. 8 വർഷം ബാക്കിലാണ് എന്ത് വരും? ഇത് 24 വരും, ഇത് 16 വരും. 5:3 വരുമോ? ഇല്ല. അടുത്ത 8 വർഷം ബാക്കിലാണെന്നുള്ളത് അല്ല. അടുത്ത ഓപ്ഷൻ ഏതാ? അടുത്ത ഓപ്ഷൻ 10 ഇയേഴ്സ്. 10 ഇയേഴ്സ് ആണെങ്കിൽ എന്ത് വരും? 22ഉം 14. അപ്പോഴും എന്താ? 5:3 എന്ന് വരില്ല. 12 ഇയേഴ്സ് ബാക്കിൽ എന്ത് വരും? 20ഉം 12ഉം. അപ്പൊ എന്ത് വരും? നമുക്ക് കറക്റ്റ് 5:3 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ എന്താ? ഓപ്ഷൻ സി 12 ഇയേഴ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ സി 12 ഇയേഴ്സ് കിട്ടും. അപ്പൊ ഓപ്ഷൻ സി ജസ്റ്റ് ട്രൈ ചെയ്തു. ഓപ്ഷൻ സിയിലാണ് നമുക്ക് 12 ഇയേഴ്സ് ബാക്കിലാണ് 5:3 എന്ന് കിട്ടി. നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ. അതല്ലെന്നുണ്ടെങ്കിൽ നേരെ തന്നെ എടുക്കാം. 32 മൈനസ് എക്സ് ഇയേഴ്സ് എഗോ ആണ് കല്യാണം കഴിച്ചത് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ 5/3 സോൾവ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ആയിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഓപ്ഷൻസ് എടുക്കാതെയും ചെയ്യാം. ഓക്കെ, അത് പ്രോബ്ലം ഇല്ല. അപ്പൊ ഇങ്ങനെ സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം ബാക്കിലായിട്ടെന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 36ാമത്തെ ക്വസ്റ്റ്യൻ. എ മാൻ ഈസ് ഏജ്ഡ് 3 times more than his son Ronit. After 8 years, he would be 2.5 times of Ronit's age. After further 8 years, how many times would he be of Ronit's age? 2 times, 2 1/2 times, 2 3/4 times, 3 times. എന്താ പറഞ്ഞേക്കുന്നത്? ഫാദറും മോനും റോണിത്ത് എന്ന് പറയുന്ന റിലേഷൻ ആണ്. മാൻ ഇസ് ഏജ് 3 times more than his son റോണിത്ത് തന്നിട്ടുണ്ട്. 8 വർഷം കഴിയുമ്പോൾ 2.5 times റോണിത്ത് ഏജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 8 വർഷം കൂടെ കഴിയുമ്പോൾ എത്ര ടൈംസ് ആകുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യാം? റോണിത്തിന്റെ ഏജ് എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ ഏജ് എത്രയാ? ഫാദറിന്റെ ഏജ് എത്ര? പ്രസന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? മാൻ ഇസ് ഏജ് അല്ലെങ്കിൽ ഫാദർ ഇസ് ഏജ് 3 times more than his son റോണിത്ത് എന്ന്. അപ്പൊ 3 times 3x ആണോ വരുന്നത്? 3x ആണോ വരുന്നത്? അല്ല, അതാണ് എല്ലാവരും വരുത്താൻ പോകുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. 3x അല്ല, 3 times more than his son റോണിത്ത് എന്ന്. അപ്പൊ 3x പ്ലസ് ആ സണ്ണിന്റെ ഏജ് വരും. അപ്പൊ നമുക്ക് എന്ത് വരും? 4x എന്ന് വരും. അപ്പം 4 times ആയിരുന്നു ശരിക്കും. 3 times more than his son എന്നാണ് വന്നേക്കുന്നത്. 4x എന്ന് വരും. ഓക്കെ, ഇനി ആഫ്റ്റർ 8 years he would be 2.5 times of റോണിത്ത് ഏജ്. അപ്പൊ ആഫ്റ്റർ 8 years എന്ത് വരും? ആഫ്റ്റർ 8 years റോണിത്തിന്റെ ഏജ് എന്താകും? എക്സ് പ്ലസ് 8 ആകും. ഫാദറിന്റെ ഏജ് എന്താകും? 4x പ്ലസ് 8 ആകും. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ആഫ്റ്റർ 8 years ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 2.5 times, 2/2 2.5 എന്ന് പറയുന്നത് 5/2 ആണ്, 2.5. ഓക്കെ, ടൈംസ് റോണിറ്റ്സ് ഏജ് എന്നാണ്. ഇനി സിംപ്ലിഫൈ ചെയ്ത് 2 അങ്ങോട്ട് എടുത്തു. അപ്പൊ 8x പ്ലസ് 16 എന്ന് പറയുന്നത് 5x പ്ലസ് 40. 3x എന്ന് പറയുന്നത് 24, x ഈക്വൽ ടു 8 എന്ന് കിട്ടി. x ഈക്വൽ ടു, അതായത് റോണിത്തിന്റെ ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് 8, ഫാദറിന്റെ ഏജ് 32 ആണ്. ചോദിച്ചേക്കുന്നത് എന്താ? ആഫ്റ്റർ ഫർദർ 8 years ഹൗ മെനി ടൈംസ് യു വുഡ് ബി ഓഫ്. പ്രസന്റ് ഏജ് 8ഉം 32 ആണ്. ഒരു 8 വർഷം കഴിയുമ്പോൾ അതെന്താവും? 16ഉം 40ഉം ആകും. ഒരു 8 വർഷം കൂടെ കഴിയുമ്പോൾ എന്താകും? 24ഉം 48ഉം ആകും. എത്ര ടൈംസ് അത്? 2 times ആണ്. 2 times. ഏതായിരുന്നു ഓപ്ഷൻ? ഓപ്ഷൻ എ 2 times കിട്ടും. ഓപ്ഷൻ എ 2 times. ആദ്യം നമ്മൾ റോണിത്തിന്റെ ഏജ് എക്സ് ആയിട്ട് എടുത്തു. ഫാദറിന്റെ ഏജ് 3x അല്ല, 3 times more than his son ആണ്. അപ്പൊ നമുക്ക് 4x എന്ന് വരും. ഓക്കെ, 8 വർഷം കഴിയുമ്പോൾ എത്ര? x പ്ലസ് 8ഉം 4x പ്ലസ് 8ഉം ആണ്. അപ്പൊ അത് 2.5 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പൊ 4x പ്ലസ് 8, ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് 2.5 ടൈംസ് റോണിറ്റ്സ് ഏജ്. സോൾവ് ചെയ്തു. എക്സിന്റെ വാല്യൂ കിട്ടി 8. റോണിത്തിന്റെ ഏജ് 8 ആണ്, ഫാദറിന്റെ ഏജ് 32 ആണ്. 8 വർഷം കഴിയുമ്പോൾ 16ഉം 40ഉം ആകും. പിന്നെ ഒരു 8 വർഷം കഴിയുമ്പോൾ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്? 24, 48. എത്ര ടൈംസാ? 2 times എന്ന് കിട്ടും. 2 times. ഓക്കെ, ഓപ്ഷൻ എ 2 times. പക്ഷേ ഈ പർട്ടിക്കുലർ കേസിൽ ഓപ്ഷൻ സി വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് ആൻസർ കിട്ടിയത്. നൺ ഓഫ് ദീസ് ഒന്നുമില്ല. ഇങ്ങനെ വരുന്നുണ്ട്. വൈഡ് റേഞ്ചിലുമാണ് കിടക്കുന്നത്. നമുക്കിത് വൈഡ് റേഞ്ച് ഇൻ ദ സെൻസ് ഞാൻ പറയാം ഇതെങ്ങനെ വരുവാണ്. ഓക്കെ, ഇപ്പൊ പ്രസന്റ്ലി ഒരു ഫാദറും സണ്ണും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 4 times ആണ്. അതായത് 8 ആണെങ്കിൽ 32, 4 times ആണ്. ഇപ്പൊ ഒരു 8 വർഷം കഴിഞ്ഞപ്പോൾ എത്രയായി? 2.5 times ആയി. ഒരു 8 വർഷം കൂടെ കഴിയുമ്പോൾ എന്തായാലും എന്താണ്? 2.5 ടൈംസിനേക്കാളും കുറവല്ലേ വരത്തുള്ളൂ, അല്ലേ? അതായത് അവരുടെ ഏജ് ഗ്യാപ്പ് സെയിം തന്നെയാണ്. അപ്പോൾ
കുറെ വർഷം കഴിയുന്തോറും എന്താണ് ഇപ്പൊ 4 ടൈംസ് ആണെങ്കിൽ പിന്നെ 2.5 ആണെങ്കിൽ പിന്നെ അതിൽ കുറേ വരത്തുള്ളൂ. അപ്പൊ 2.5 ടൈംസിനേക്കാളും കുറവായിട്ട് ഓപ്ഷൻ ആകെ ഉള്ള ഏതാ ഉള്ളത്? ഓപ്ഷൻ എ 2 ടൈംസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഡയറക്ട്ലി നമുക്ക് എന്തെടുക്കാം? 2 ടൈംസ് ഓപ്ഷൻ എ എന്ന് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നൺ ഓഫ് ദീസ് ഉണ്ട്, അല്ലെങ്കിൽ 1.5 ടൈംസ്, 1.75 ടൈംസ്, 2.25 ടൈംസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യുക തന്നെ വേണം. പക്ഷെ ഇവിടെ 2.5 ടൈംസിനേക്കാൾ താഴെയുള്ള ഓപ്ഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ നമുക്ക് എന്ത് കൊടുക്കാം? ഓപ്ഷനെ 2 ടൈംസ് കൊടുക്കാൻ. കാര്യം അത് ഡിക്രീസ് ചെയ്തേ വരത്തുള്ളൂ. ഓക്കെ, വളരെ ഈസി ആയിരുന്നു അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 37ാമത്തെ ക്വസ്റ്റ്യൻ. Tanya's grandfather was 9 times older than her 16 years ago. He would be 3 times of her 8 years from now. 8 years ago, what was the ratio of Tanya's age to that of her grandfather? 1:2, 1:5, 3:8, none of these. ടാനിയയും ടാനിയുടെ ഗ്രാൻഡ് തമ്മിലുള്ള റിലേഷൻ വന്നേക്കുന്നത്. ടാനിയുടെ ഗ്രാൻഡ് ഫാദർ 9 ടൈംസ് ഓൾഡ് ആയിരുന്നു. എപ്പോഴും 16 വർഷം മുന്നേ. 8 ഇയേഴ്സ് ഫ്രം 8 വർഷം ഇപ്പം കഴിയുന്ന ഉടനെ 3 ടൈംസ് ആകും. അങ്ങനെയാണെങ്കിൽ 8 ഇയേഴ്സ് എഗോ ഇവർ തമ്മിലുള്ള റേഷ്യോ എത്രയായിരുന്നാണ് ക്വസ്റ്റ്യൻ. 1:2, 1:5, 3:8, none of these. ഓക്കെ, ടാനിയുടെ ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള റേഷ്യോ എത്ര തന്നേക്കുന്നത്? ടാനി 1 ആണെങ്കിൽ ഗ്രാൻഡ് ഫാദർ എത്ര? 9 ആണ്. 1:9 ആണ്. എപ്പോഴാണ്? 16 ഇയേഴ്സ് എഗോ. ഓക്കെ, 8 ഇയേഴ്സ് ഫ്രം നൗ എത്രയാണ്? 3 ടൈംസ് ആണ്. അതായത് ടാനിയ 1 ആണെങ്കിൽ ഗ്രാൻഡ് ഫാദർ 3 ആണ്. ഇവർ നമ്മളുടെ ടൈം ഗ്യാപ്പ് എത്രയാണ്? ഇവർ നമ്മുടെ ടൈം ഗ്യാപ്പ് 1:9, 16 ഇയേഴ്സ് എഗോ ആണ്. ഓക്കെ, 8 ഇയേഴ്സ് ഇവിടുന്ന് ഫ്രം നൗ ആണ് എന്ത്? 1:3, 3 ടൈംസ് ആണ്. അപ്പം ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്ര? 24 വർഷമുണ്ട്. 24 ഇയേഴ്സ് ആണ് ടൈം ഗ്യാപ്പ്. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 3 മൈനസ് 9 ഇപ്പൊ എത്ര വരും? 6. നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ മാത്രം എടുത്താൽ മൈനസ് ഒന്നും എടുക്കണ്ട. 6 എന്ന് വരും. ഡിഫറൻസ് ക്രോസ് മൾട്ടിപ്ലൈ ഡിഫറൻസ് എടുക്കുന്നതാണ് 6 വരും. അപ്പൊ എന്ത് വരും? 24 ഇൻറ്റു ടൈം ഗ്യാപ്പ് ഇൻറ്റു ഈ റേഷ്യോയുടെ ഡിഫറൻസ് 2 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈയുടെ ഡിഫറൻസ്. ശരി, ഇപ്പൊ എന്ത് വരും? 8 എന്ന് വരും. അതായത് ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് നമുക്ക് 8 എന്ന് കിട്ടി. ഇപ്പൊ എന്ത് വരും? ഇത് 8ഉം ഇത് 72 എന്ന് കിട്ടി. അതായത് 16 വർഷം ബാക്കിൽ അവരുടെ റേഷ്യോ 8ഉം 72 ആണ്. ചോദിച്ചേക്കുന്നത് എന്താ? 8 വർഷം ബാക്കിൽ എത്രയാണ്? അപ്പം ഇതിനോട് ഒരു 8 കൂടെ കൂട്ടിയാൽ പോരെ. 16ഉം 18 റേഷ്യോ എന്ത് വരും? 1:5 എന്ന് വരും. 1:5. ഇതൊന്നുകൂടെ പറയാം. അപ്പം ഇത് നമ്മൾ റേഷ്യോ വെച്ചിട്ട് ചെയ്തേക്കുന്നത്. അതല്ല എന്താ വേണ്ടത്? ഇപ്പം ടാനിയുടെ ഏജ് എക്സ് ആയിട്ട് എടുക്കാം. ഗ്രാൻഡ് ഫാദർ അപ്പം 9 ടൈംസ് ആകും. 9x എന്ന് എടുക്കാം. അങ്ങനെ വെച്ചിട്ട് സോൾവ് ചെയ്യാം. നമുക്ക് ഇത് തന്നെ കിട്ടും. ജസ്റ്റ് റേഷ്യോ വെച്ച് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ, അപ്പം ടാനിയ 1 ആണെങ്കിൽ ഗ്രാൻഡ് ഫാദർ 9 ആണ്. 9 ടൈംസ് തന്നിട്ടുണ്ട് 16 വർഷം ബാക്കിൽ. 8 ഇയേഴ്സ് ഫ്രം നൗ 3 ടൈംസ് ആണ്. അപ്പൊ 1:3 എന്ന് എഴുതി. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 3 മൈനസ് 9. അപ്പം അബ്സല്യൂട്ട് വാല്യൂ മാത്രം എടുത്താൽ മതി. നമുക്ക് 6 എന്ന് കിട്ടി. അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ, ടൈം ഗ്യാപ്പ് എത്രയാ? 24 ഇയേഴ്സ്. എങ്ങനെ 24 ഇയേഴ്സ് വന്നേ? 16 വർഷം മുന്നേ ഒരു റേഷ്യോ, 8 വർഷം കഴിയുമ്പോൾ ഒരു റേഷ്യോ. അപ്പൊ ടൈം ഗ്യാപ്പ് എത്ര? 24 ആണ്. 24 ഇൻറ്റു ഈ റേഷ്യോയുടെ ഡിഫറൻസ് 2 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡിഫറൻസ് 6. അപ്പൊ നമുക്ക് 8 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് റേഷ്യോയുടെ കോൺസ്റ്റന്റ് നമുക്ക് 8 എന്ന് കിട്ടി. 1:9 ഇതപ്പോ 8 ആകും. ഇത് 72 ആകും. ഇത് 16 വർഷം മുന്നേ ഉള്ളവരുടെ പ്രായമാണ്. അപ്പൊ 8 വർഷം മുന്നേ ആയിരുന്നെങ്കിൽ എത്രയാ? ഒരു 8 കൂടെ കൂട്ടിയാൽ പോലെ ഇതിന്റെ കൂടെ. ഇപ്പൊ എത്ര വരും? 16ഉം 18. ഇപ്പൊ എത്ര റേഷ്യോ? 1:5 എന്ന് കിട്ടും. 1:5 ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Sneha's age is 1/6 of her father's age. Sneha's father's age will be twice of Vimal's age after 10 years. If Vimal's 8th birthday was celebrated 2 years ago, then what is Sneha's present age? 5 years, 10 years, 12 years, none of these. എന്താ പറഞ്ഞേക്കുന്നത്? സ്നേഹയുടെ ഏജ് എന്ന് പറയുന്നത് ഫാദറിന്റെ ഏജിന്റെ 1/6 ആണ്. സ്നേഹയുടെ ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് വിമലിന്റെ ഏജിന്റെ ട്വൈസ് ആണ്. എപ്പോഴാണ്? 10 വർഷം കഴിയുമ്പോൾ. ഇപ്പോഴല്ല, 10 വർഷം കഴിയുമ്പോൾ. ഇനി വിമലിന്റെ 8th ബർത്ത്ഡേ 2 വർഷം മുന്നെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സ്നേഹയുടെ ഇപ്പോഴത്തെ പ്രായം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്നേഹയുടെ ഇപ്പോഴത്തെ പ്രായം. വിമലിന്റെ പ്രസന്റ് ഏജ് എത്രയാ? വിമലിന്റെ പ്രസന്റ് ഏജ് നമുക്ക് തന്നിട്ടുണ്ടോ? നമുക്ക് ഡയറക്ട്ലി തന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വിമലിന്റെ 8th ബർത്ത്ഡേ 2 വർഷം മുന്നേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പൊ ഇപ്പോഴത്തെ പ്രായം എത്രയാ? 8 + 2 10. വിമലിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ വിമലിന്റെ ഏജ് ആഫ്റ്റർ 10 ഇയേഴ്സ് എന്ത് വരും? ആഫ്റ്റർ 10 ഇയേഴ്സ് 10 + 10 20 എന്ന് കിട്ടും. 10 വർഷം കഴിയുമ്പോൾ 20 എന്നാവും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? സ്നേഹയുടെ ഫാദറിന്റെ ഏജ് ഇതിന്റെ ട്വൈസ് ആയിരിക്കും. അപ്പൊ സ്നേഹയുടെ ഫാദറിന്റെ ഏജ് ആഫ്റ്റർ 10 ഇയേഴ്സ് ആണ്. ആഫ്റ്റർ 10 ഇയേഴ്സ് എന്ന് പറയുന്നത്
ട്വൈസ് വിമൽസ് ഏജ് ആഫ്റ്റർ 10 years. അപ്പൊ 2 into 20 40 കിട്ടും. 2 into 20 40 കിട്ടും. ഓക്കെ. അപ്പൊ സ്നേഹയുടെ ഫാദറിന്റെ ഏജ് 10 വർഷം കഴിയുമ്പോൾ 40 ആണെന്നുണ്ടെങ്കിൽ സ്നേഹയുടെ ഫാദറിന്റെ ഏജ് എത്ര? പ്രസന്റ് ഏജ് 10 കുറച്ചാൽ 30 ആണ്. അപ്പൊ സ്നേഹയുടെ ഏജ് എന്ത് വരും? സ്നേഹയുടെ ഏജ് എന്ന് പറയുന്നത് 1/6 ഓഫ് ഫാദേഴ്സ് ഏജ് ആണ്. ഫാദറിന്റെ ഏജ് 40 10 കുറച്ചു 30 കിട്ടും. 1/6 ഓഫ് ദ 5 എന്ന് കിട്ടും. 5 years കിട്ടും. ഓപ്ഷൻ എ 5 years. വിമലിന്റെ ഏജ് നമുക്ക് ഡയറക്ട്ലി കിട്ടുമായിരുന്നു. 8ാമത്തെ ബർത്ത്ഡേ 2 വർഷം മുന്നെയാണ് ആഘോഷിച്ചത്. ഇപ്പോഴത്തെ ഏജ് എത്ര? 10 കിട്ടി. ഇപ്പോഴത്തെ ഏജ് 10 ആണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എത്ര? 20 ആണ്. അതിന്റെ ട്വൈസ് ആണ് സ്നേഹയുടെ ഫാദറിന്റെ ഏജ്. അപ്പം 40 ആയിരിക്കും സ്നേഹയുടെ ഫാദറിന്റെ ഏജ് 10 വർഷം കഴിയുമ്പോൾ. അപ്പൊ എത്ര? ഇപ്പോഴത്തെ ഏജ് എത്ര? 30 വയസ്സ്. അതിന്റെ 1/6 ആണ് സ്നേഹയുടെ ഏജ്. അപ്പം 5 years കിട്ടും. ഓപ്ഷൻ എ 5 years. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If 10 years are subtracted from the present age of Mr. Roy and the remainder divided by 14, then you would get the present age of his grandson Sachin. If Sachin is 9 years younger to Saloni, whose age is 14 years, then what is the present age of Mr. Roy? Option A 16 years, 60 years. Option B 70 years. Option C 74 years. Option D 80 years. എന്താ പറഞ്ഞേക്കുന്നത്? 10 വർഷം കുറയ്ക്കുക ആരുടെ ഏജിൽ നിന്ന്? റോയുടെ ഏജിൽ നിന്ന്. അത് ഡിവൈഡ് ബൈ 14 ചെയ്യുമ്പോൾ സച്ചിന്റെ ഏജ് കിട്ടുമെന്ന് പറയും. സച്ചിൻ എന്ന് പറയുന്നത് സലോനിയെക്കാട്ടിലും 9 വയസ്സ് കുറവാണ്. സലോനിയുടെ ഏജ് എത്രയാണ്? 14 ആണ്. അപ്പൊ സലോനിയുടെ ഏജ് 14 ആണെങ്കിൽ സച്ചിന്റെ ഏജ് എത്രയാ? സച്ചിന്റെ ഏജ് കിട്ടും നമുക്ക് എത്രയാ? സലോനിയുടെ 14 ആണ്, സച്ചിൻ 9 വയസ്സ് ഇളയതാണ്. അപ്പൊ എത്രയാ? 5 എന്ന് കിട്ടും. സച്ചിന്റെ ഏജ് 5 എന്ന് കിട്ടും. നമ്മളിത് ചോദിച്ചേക്കുന്ന ആരുടെ ഏജാ? റോയുടെ ഏജാ. റോയുടെ ഏജ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റോയുടെ ഏജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റോയുടെ ഏജ് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ റോയുടെ ഏജിൽ നിന്ന് എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് റിലേഷൻ 10 കുറയ്ക്കുക, അതിനെ ഡിവൈഡഡ് ബൈ 14 ചെയ്യുമ്പോൾ ആരുടെ ഏജ് കിട്ടിയെന്നാ പറഞ്ഞേക്കുന്നത്? സച്ചിന്റെ ഏജ് കിട്ടിയതാണ്. ഗ്രാൻഡ് സൺ സച്ചിന്റെ ഏജ് എത്രയാ? 5. സിംപ്ലിഫൈ ചെയ്താൽ മതി. x - 10 എന്ന് പറയുന്നത് 70, x = 80 എന്ന് കിട്ടും. അതായത് 80 വയസ്സാണ് ആർക്ക്? റോയുടെ പ്രായം 80 വയസ്സ്. ഓപ്ഷൻ ഡി 80 years എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 80 years. സലോനിയുടെ ഏജ് 14 years ആണ് തന്നിട്ടുണ്ട്. സച്ചിൻ എന്ന് പറയുന്നത് എത്രയാ? 9 വയസ്സ് യങ്ങർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 14 - 9 5 years കിട്ടും. സച്ചിന്റെ ഏജ് നമുക്ക് ഡയറക്ട്ലി കിട്ടും 5 years. റോയുടെ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റോയുടെ ഏജിൽ നിന്ന് 10 കുറച്ചിട്ട് അതിനെ ഡിവൈഡ് ബൈ 14 ചെയ്യുമ്പോഴാണ് സച്ചിന്റെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇക്വേറ്റ് ചെയ്ത് x - 10/14 എന്ന് പറയുന്നത് 5. സോൾവ് ചെയ്യുക. റോയുടെ ഏജ് എന്ന് പറയുന്നത് 80 വയസ്സെന്ന് കിട്ടും. 80 വയസ്സ്. ഓപ്ഷൻ ഡി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 40ാമത്തെ ക്വസ്റ്റ്യൻ. 8 years ago, Purvi's age was equal to the sum of the present ages of her one son and one daughter. 5 years hence, the respective ratio between the ages of her daughter and her son that time will be 7:6. If Purvi's husband is 7 years elder to her and his present age is 3 times the present age of their son, what is the present age of the daughter? 15, 23, 19, 20. 4 പേരുണ്ട് ഇവിടെ. ഹസ്ബൻഡ് ഉണ്ട്, ഒരു വൈഫ് ഉണ്ട്, ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്. ഇവര് തമ്മിലുള്ള റിലേഷനാണ് തന്നേക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡോട്ടറിന്റെ ഏജ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഓക്കെ, ഹസ്ബൻഡ്, വൈഫ്, സണ്ണ്, ഡോട്ടർ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഹസ്ബൻഡ് HWS D എന്നുള്ളത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? 8 years ago. 8 years agoയിലെ കാര്യം പറഞ്ഞേക്കുന്നത്. 8 years agoയിൽ എന്താ അവർ പറഞ്ഞേക്കുന്നത്? 8 years agoയില് പൂർവി എന്ന് പറയുന്നതാണ് വൈഫ് ഏജ് എന്ന് പറയുന്നത് സം ഓഫ് ദ പ്രസന്റ് ഏജ് ഓഫ് വൺ സൺ ആൻഡ് ഡോട്ടർ എന്നാണ്. വൈഫിന്റെ ഏജ് എന്ന് പറയുന്നത് സൺ പ്ലസ് ഡോട്ടർ പ്രസന്റ് ഏജ് ആണ്. ഓക്കെ, കുറച്ച് 2 ടൈമിലെ ഉള്ള റിലേഷൻ ആണ് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ എഴുതി വെച്ചേക്കാം. ഓക്കെ, അടുത്ത ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 5 years hence, 5 years later. 5 years later എന്താ വന്നേക്കുന്നത്? Respective ratio between the ages of her daughter and her son will be 7:6. ഡോട്ടറിന്റെ സണ്ണിന്റെ റേഷ്യോ 7/6. ഇനി എന്താ തന്നേക്കുന്നത്? പൂർവിയുടെ ഹസ്ബൻഡ് 7 years elder to her ആണ്. അപ്പൊ ഹസ്ബൻഡ് വൈഫ് പ്രസന്റ് ആണ്. എപ്പോഴും ടൈം ഗ്യാപ്പ് ഒരിക്കലും രണ്ടുപേരും തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് ഒരിക്കലും മാറുന്നില്ല. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 7 ആയിട്ട് കിട്ടി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഹസ്ബൻഡ് എന്ന് പറയുന്നത്, ഫാദർ എന്ന് പറയുന്നത് 3 times ദ പ്രസന്റ് ഏജ് ഓഫ് സൺ ആണ്. അത് പ്രസന്റ് ആണ്.
h is equal to 3s. അങ്ങനെയാണെങ്കിൽ ഡോട്ടറിന്റെ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡോട്ടറിന്റെ ഏജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ ഇതുപോലത്തെ ടൈപ്പ് ചെയ്തതാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ ഡിഫിക്കൽറ്റി ഉള്ളതാണ്. എങ്ങനെ ചെയ്യാം? ഓക്കെ, നമ്മൾ ആദ്യം ഡോട്ടറിന്റെ എടുക്കുന്നത്. അപ്പൊ ഡോട്ടറിന്റെ നോക്കി ഇതെടുത്തു. ഈ 5 years later എന്ന് പറയുന്നത് ഡോട്ടറിന്റെ സണ്ണിന്റെ b/s എന്ന് പറയുന്നത് 7/6 അല്ലേ. നമുക്ക് ഡോട്ടറിന്റെ ഏജ് 7x, 7ന്റെ ഒരു മൾട്ടിപ്പിളും സണ്ണിന്റെ എന്തായിരിക്കും 6ന്റെ ഒരു മൾട്ടിപ്പിളും ആയിരിക്കുമല്ലോ. റേഷ്യോ അറിയാം 7:6 എന്ന്. അപ്പം 7x 6x ആണ് എന്ത് അവരുടെ ഏജ് എന്ന് പറയുന്നത്. അത് എപ്പോഴാണ്? 5 years later ആണ്. ഇത് എപ്പോഴാണ്? 5 years later ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രസന്റേജ് എന്ത് വരും? പ്രസന്റേജ് എന്ത് വരും? ഡോട്ടർ അപ്പൊ എന്ത് വരും? 7x - 5, സണ്ണ് 6x - 5 എന്ന് വരും. ഓക്കെ, പ്രസന്റേജ് 7x - 5, സണ്ണ് 6x - 5 എന്നും വരും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് എത്ര വരും? 3 times സൺ അല്ലേ. സൺ എത്രയാ? സണ്ണ് 6x - 5 ആണ്. അപ്പൊ എന്ത് വരും? 18x - 15 എന്ന് വരും. ഹസ്ബൻഡിന്റെ കിട്ടി. ഇനി വൈഫ് എത്രയാ? വൈഫ് ഹസ്ബൻഡിനേക്കാൾ ഒരു 7 കുറച്ചാൽ പോലെ. അപ്പൊ ഇതിൽ നിന്ന് ഒരു 7 കുറയ്ക്കുക. 18x - 22 എന്ന് വരും. 18x - 22 എന്ന് വരും. ഇനി നമുക്കുള്ളത് നമ്മൾ ഇത് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് പോവാം. ഓക്കെ, വൈഫ് 8 years ago. വൈഫിന്റെ പ്രസന്റ് നമുക്കറിയാം ഇതാണ്. അപ്പൊ വൈഫ് 8 years ago എന്ത് വരും? വൈഫ് 8 years ago എന്ത് വരും? ഇതിനേക്കാൾ ഒരു 8 കൂടെ കുറയ്ക്കുക. അപ്പൊ എന്ത് വരും? 18x - 13 എന്ന് വരും. അത് ഈക്വൽ ടു സൺ പ്ലസ് ഡോട്ടർ പ്രസന്റ് ആണ്. സൺ പ്ലസ് ഡോട്ടർ നമുക്കറിയാം, ഓൾറെഡി ആയിട്ടുണ്ട്. അത് ഈക്വൽ ടു സൺ പ്ലസ് ഡോട്ടർ. സൺ പ്ലസ് ഡോട്ടർ എത്ര കിട്ടും? 13x - 10 എന്ന് കിട്ടും. 13x - 10. അപ്പൊ അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് വരും? 5x = 20 എന്ന് വരും. x = 4 എന്ന് വരും. എക്സിന്റെ വാല്യൂ 4 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 4 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ? പ്രസന്റേജ് ഓഫ് ഡോട്ടർ ആണ്. ഇപ്പൊ ഡോട്ടറിന്റെ ഏജ് എന്ത് കിട്ടും? 7 × 4 28 - 5 23 years എന്ന് കിട്ടും. 23 years എന്ന് കിട്ടും. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏജസിന്റെ. പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ആദ്യം 8 years ago വൈഫിന്റെ ഏജ് എന്ന് പറയുന്നത് സണ്ണിന്റെ ഡോട്ടറിന്റെ പ്രസന്റേജ് ആണ്. അത് നമ്മൾ എഴുതി. 5 years later ഇവർ തമ്മിലുള്ള റേഷ്യോ ഡോട്ടറിന്റെ സണ്ണിന്റെ 7/6 അത് നമ്മൾ എഴുതി. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഡിഫറൻസ് 7 ആണ്. ഹസ്ബൻഡ് എന്ന് പറയുന്നത് 3 times സൺ ആണ്. ഇതെല്ലാം പ്രസന്റ് ഏജിലാണ് പറഞ്ഞേക്കുന്നത്. ഇതും പ്രസന്റ് ആണ്. ഇത് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. പ്രസന്റ് ആണ് എപ്പോഴാണെങ്കിലും. ഇത് പ്രസന്റിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ ഈ റേഷ്യോടെ എടുത്തു. ഡോട്ടർ എന്ന് പറയുന്നത് 7x, സൺ എന്ന് പറയുന്നത് 6x ആയിട്ട് എടുത്തു. ഇത് 5 years later ആണ്. അപ്പൊ പ്രസന്റേജ് എത്രയാ? 7x - 5, 6x - 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡ് എത്ര? 3 × സൺ അല്ലേ. 3 × 6x - 5, ഇപ്പൊ 18x - 15 എന്ന് കിട്ടി. ഹസ്ബൻഡ് കിട്ടിയ വൈഫിന്റെ എത്ര പ്രസന്റ്? ഒരു 7 കുറച്ചാൽ പോലെ. അപ്പൊ 18x - 22. ഇനി ഈ റിലേഷനിലോട്ട് പോകും. വൈഫ് 8 years ago. 8 years ago ആകുമ്പോൾ 18x - 30 എന്ന് വരും. ഈക്വൽ ടു ഇവർ തമ്മിലുള്ള പ്രസന്റിന്റെ കൂട്ടി 13x - 10. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അത് സോൾവ് ചെയ്യുന്നതുകൊണ്ട് എക്സിന്റെ വാല്യൂ 4 എന്ന് കിട്ടും. അത് നമ്മൾ പ്രസന്റേജ് ഡോട്ടറിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. 7x - 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 23 years എന്ന് കിട്ടും. ഓപ്ഷൻ ബി 23 years എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഇതുപോലത്തെ ടൈപ്പ് ആണ് ചെയ്തത്. അപ്പൊ നമ്മളിങ്ങനെ റിലേഷൻസ് വരുന്നതെല്ലാം എഴുതുക. ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിലോട്ട് എത്തുക. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് ഓപ്ഷൻ സി ട്രൈ ചെയ്യാൻ പറ്റില്ല ക്വസ്റ്റൻസ്. ഈ പർട്ടിക്കുലർ കേസിൽ ഓപ്ഷൻ സി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും ഡിഫിക്കൽറ്റി ഇല്ലാതെ. മറ്റേ ക്വസ്റ്റൻസ് എല്ലാം നമുക്ക് ഓപ്ഷൻ സി ഓരോന്ന് ഇട്ട് കൊടുത്ത് എല്ലാ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാൻ പറ്റില്ല. ഞാൻ ചെയ്ത് കാണിച്ചതാണ് കഴിഞ്ഞ ക്വസ്റ്റിനകത്ത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? നമുക്ക് പ്രസന്റ് ഏജ് ഓഫ് ഡോട്ടർ വന്നിട്ടുണ്ട് 15, 23, 19, 20. ഓക്കെ, ഇത് നോക്കിയാൽ 5 years later ഡോട്ടറിന്റെ സണ്ണിന്റെ ഏജിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 7:6 ആണ്. അപ്പൊ ഡോട്ടറിന്റെ ഏജ് 5 വർഷം കഴിയുമ്പോൾ 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണ്ടേ അല്ലേ? ഓപ്ഷൻസ് നോക്കി. പ്രസന്റ് ഏജ് വന്നേക്കുന്നത് എത്ര? 15 years. 5 വർഷം കഴിയുമ്പോൾ എത്ര? 20 ആണ്. 20 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അടുത്ത 23 years. 5 വർഷം കഴിയുമ്പോൾ എത്ര? 28 ആവും. 7ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അത് അവിടെ ഉണ്ട്. അടുത്ത 19 years. ഡോട്ടറിന്റെ പ്രസന്റ് ഏജ് 19 years ആണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എത്ര? 24 ആകും. അപ്പൊ അത് 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പം അതുമല്ല. അടുത്ത ഓപ്ഷൻ ഡി നോക്കിയാൽ 20 years. 5 വർഷം കഴിയുമ്പോൾ എത്ര? 25 ആണ്. 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പൊ ആകെപ്പാടെ ഓപ്ഷൻ ബി 23 years മാത്രമേ ഉള്ളത് 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. എപ്പം? 5 വർഷം കഴിയുമ്പോൾ. 23 5 വർഷം കഴിയുമ്പോൾ എത്ര? 28 എന്ന് വരും. 7ന്റെ മൾട്ടിപ്പിൾ ആണ്. ആ ഓപ്ഷൻ ഡയറക്ട്ലി നമുക്ക് എടുക്കാമായിരുന്നു. വളരെ 10 സെക്കൻഡ് മതിയായിരുന്നു സോൾവ് ചെയ്യാൻ. അപ്പൊ 7ന്റെ മൾട്ടിപ്പിൾ വരണമെന്ന് പറയാൻ കാര്യം എന്താ? ഇവിടെ 7ന്റെ മൾട്ടിപ്പിൾ വന്നില്ലെങ്കിൽ സണ്ണിന്റെ ഏജ് എന്ത് വരും? ഒരു ഡെസിമൽ വാല്യൂല് വരും. അങ്ങനെയാണ് നമ്മൾ തന്നേക്കുന്നതെല്ലാം. അല്ല, കറക്റ്റ് ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പൊ 7ന്റെ മൾട്ടിപ്പിൾ തന്നെ വന്നേ പറ്റത്തുള്ളൂ. നമുക്ക് ഓപ്ഷൻ സി വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റൻ ചെയ്യായിരുന്നു. അതല്ലെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് മേലെ എടുക്കേണ്ട ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ സി വളരെ
പെട്ടെന്ന് തന്നെ നമുക്കത് ആ റേഷ്യോയുടെ അത് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരുന്നു. 23 വയസ്സെന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 41. സം ഓഫ് ദ പ്രസന്റ് ഏജസ് ഓഫ് എ ഫാദർ ആൻഡ് സൺ ഇസ് 8 years more than the present age of the mother. The mother is 22 years older than son. What will be the age of the father after 4 years? 34 years, 36 years, 40 years, 38 years. 41ാമത്തെ ക്വസ്റ്റ്യൻ. Sum of the present ages of a father and his son is 8 years more than the present age of mother. അതായത് ഫാദറിനെ സണ്ണിന്റെ ഏജ് കൂട്ടുന്നുണ്ടെ മദറിന്റെ ഏജിനേക്കാൾ 8 വയസ്സുകൂടെ കൂടുതലാണ്. ഓക്കെ, മദർ എന്ന് പറയുന്നത് സണ്ണിനെക്കാളിലും 22 വയസ്സ് കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ ഏജ് എത്രയാണെന്ന് ചോദിക്കുന്നത് എപ്പോഴാ? ആഫ്റ്റർ 4 years. 34 years, 36 years, 40 years, 38 years. ഓക്കെ, ഫാദറിന്റെയും സണ്ണിന്റെയും കൂടെ ഏജ് കൂട്ടുന്ന ഉടനെ മദറിന്റെ ഏജിനെക്കാട്ടിലും 8 കൂടുതലും തന്നിട്ടുണ്ട്. ഇതാണ് ആദ്യം തന്നേക്കുന്നത്. പിന്നെന്താ തന്നേക്കുന്നത്? മദർ എന്ന് പറയുന്നത് സണ്ണിനെക്കാട്ടിലും 22 വയസ്സ് കൂടുതലാണ് തന്നിട്ടുണ്ട്. സണ്ണിനെക്കാട്ടിലും 22 വയസ്സ് കൂടുതൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ ഏജ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്? ഫാദറിന്റെ ഏജ്. ഓക്കെ, ഫാദറിന്റെ ഇതാ ഈ ഒരു റിലേഷൻ ഉള്ളത്. ഫാദറിന്റെ ഇതിനകത്തോട്ട് ഈ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് എഫ് പ്ലസ് എസ് എന്ന് പറയുന്നത് 8 പ്ലസ് എമ്മിന് പകരം എന്ത് കൊടുക്കുക? സൺ പ്ലസ് 22 എന്ന് കൊടുക്കുക. ഈ സണ്ണും പോയി. ഇപ്പൊ ഫാദറിന്റെ ഏജ് എത്ര കിട്ടി? ഡയറക്ട്ലി നമുക്ക് 30 വയസ്സെന്ന് കിട്ടി. ഇപ്പൊ പ്രസന്റ് ഏജ് ആണോ ചോദിച്ചേക്കുന്നത് നമ്മൾ എടുക്കുന്നത്? അല്ല, ഫാദറിന്റെ ഏജ് ആഫ്റ്റർ 4 years ആണ് ചോദിച്ചേക്കുന്നത്. 4 വർഷം കഴിയുമ്പോൾ എത്രയാ? +4 34 years എന്ന് കിട്ടും. 34 വയസ്സാണ് ഫാദറിന്റെ ഏജ് ആഫ്റ്റർ 4 years. അതായത് ഓപ്ഷൻ എ 34 years എന്ന് കിട്ടും. ഓപ്ഷൻ എ 34 years. അപ്പൊ ഫാദറിനെ സണ്ണിനെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് മദറിനേക്കാൾ 8 വയസ്സ് കൂടുതലാണെന്നാണ് തന്നേക്കുന്നത്. 8 വയസ്സ് കൂടുതലാണ്. അത് നമ്മൾ എഴുതി. മദർ എന്ന് പറയുന്ന സണ്ണിനെക്കാളിൽ 22 വയസ്സ് കൂടുതലാണ്. അപ്പൊ സണ്ണിനെക്കാൾ 22 വയസ്സ് കൂടുതലാണ്. അപ്പൊ S+22 എന്ന് എഴുതി. ഫാദറിന്റെ ഏജ് ആ കണ്ടുപിടിക്കേണ്ട. അപ്പൊ എമ്മിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? S+22 ഇട്ട് കൊടുത്തു. എസും പോയി. ഫാദറിന്റെ ഏജ് ഡയറക്ട്ലി നമുക്ക് കിട്ടി എത്രയാണ്? 30 വയസ്സെന്ന് കിട്ടി. അപ്പൊ ഫാദറിന്റെ പ്രസന്റ് ഏജ് നമുക്ക് 30 എന്ന് കിട്ടി. അപ്പൊ 4 വർഷം കഴിയുമ്പോൾ ഉള്ള ഏജ് എത്രയാ? 4 വർഷം കഴിയുമ്പോൾ 34 വയസ്സെന്ന് കിട്ടും. 34 വയസ്സ്. ഓപ്ഷൻ എ 34 years എന്ന് കിട്ടും. 34 years. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 42ാമത്തെ ക്വസ്റ്റ്യൻ. 4 years ago, the ratio of half of A's age at that time and 4 times of B's age at that time was 5:12. 8 years hence, half of A's age at that time will be less than B's age at that time by 2 years. What is B's present age? 10 years, 8 years, 14 years, 12 years. എന്താ പറഞ്ഞേക്കുന്നത്? 4 വർഷം മുന്നേ എയുടെ പകുതി ഏജും 4 times ബിയുടെ ഏജും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:12 ആണ്. ഓക്കെ, 8 വർഷം കഴിയുമ്പോൾ എയുടെ പകുതി ഏജ് എന്ന് പറയുന്നത് ബിയുടെ ഏജിനെക്കാട്ടിലും 2 വയസ്സ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ പ്രസന്റ് ഏജ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ബിയുടെ പ്രസന്റ് ഏജ് 10 years, 8 years, 14 years, 12 years. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഓപ്ഷൻസ് നിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അത് ട്രൈ ചെയ്ത് നോക്കിയോ. അല്ല, ജനറൽ രീതിയിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കിയേ. ഓക്കെ, എയുടെ ഏജ് 4 years ago എക്സ് ആണെന്ന് വിചാരിക്കുക. അതേപോലെ ബിയുടെ ഏജും 4 വർഷം മുന്നേ വൈ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആദ്യം 4 years ago ആണല്ലോ പറഞ്ഞേക്കുന്നത്. എയുടെ ഏജ് എക്സും 4 വർഷം മുന്നേ, ബിയുടെ ഏജ് വൈയും ആണെന്ന് വിചാരിക്കുക 4 വർഷം മുന്നേ. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? റേഷ്യോ ഓഫ് ഹാഫ് ഓഫ് എയ്സ് ഏജ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഹാഫ് ഓഫ് എയ്സ് ഏജ് എന്ന് പറയുമ്പോൾ ഹാഫ് ഓഫ് എക്സ് അറ്റ് ദാറ്റ് ടൈം ആൻഡ് 4 times ബീസ് ഏജ് അറ്റ് ദാറ്റ് ടൈം. 4 times ബീസ് ഏജ് അറ്റ് ദാറ്റ് ടൈം വിൽ ബി 5:12. 5:12. ഓക്കെ, ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇതാണ് നമുക്ക് തന്നേക്കുന്ന ആദ്യത്തെ കാര്യം. 8 years hence എന്ന് പറയുമ്പോൾ എന്താവും? 4 വർഷം മുന്നേ എക്സ് ആണെന്നുണ്ടെങ്കിൽ 8 years hence എന്ന് പറയുമ്പോൾ എത്ര ആവും? എക്സ് പ്ലസ് 12ഉം വൈ പ്ലസ് 12ഉം അല്ലേ? ഇത് 4 വർഷം മുന്നേ ആണിത്. അപ്പം 8 years hence എന്ന് പറയുമ്പോൾ ടൈം ഗ്യാപ്പ് എത്ര? 12 വയസ്സാണ്. അപ്പൊ 12 കൂട്ടണം. ഓക്കെ, ഇനി ഹാഫ് ഓഫ് ഏജ് അറ്റ് ദാറ്റ് ടൈം. ഹാഫ് ഓഫ് ഏജ് അറ്റ് ദാറ്റ് ടൈം എന്ന് പറയുന്നത് ബി എക്കാട്ടിലും 2 കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ബിയുടെ ഏജ് എത്രയാണോ അത് പ്ലസ് ഒരു 2 എന്ന് കൊടുത്താൽ മതി. +2 അല്ല, സോറി, -2. ബിയുടെ ഏജിനെക്കാട്ടിലും
വിൽ ബി ലെസ് ദാൻ ബീസ് ഏജ് അറ്റ് ദാറ്റ് ടൈം ബൈ 2 എന്നാണ്. ബിയുടെ ഏജിനെക്കാളും 2 കുറവാണ്. ഓക്കെ, ഇതാണ് അവിടെ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് റിലേഷനെയും സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ബിയുടെ ഏജ് ആണ്. ഓക്കെ, വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ പെർസെന്റേജിലോട്ട് പോകാൻ പറ്റും. ഇത് നോക്കി, ഇത് എന്ത് വരും? എക്സ് ബൈ 8y എന്ന് പറയുന്നത് 5/12. എന്ത് വരും? എക്സ് ബൈ വൈ എന്ന് പറയുന്നത് 40/12 അല്ലെങ്കിൽ 10/3 എന്ന് കിട്ടും. 10/3 എന്ന് കിട്ടും. ഇതിൽ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്ത് എഴുതാം? 10/3 വൈ എന്ന് എഴുതാം. 10/3y. ഓക്കെ, ഇത് നമുക്കിവിടെ എന്ത് വരും? y പ്ലസ് 10 എന്ന് വരും. എക്സ് പ്ലസ് 12 എന്ന് പറയുന്നത് 2y പ്ലസ് 20 എന്ന് വരും. എക്സിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 10/3 y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2y പ്ലസ് 8 എന്ന് വരും. 2y പ്ലസ് 8 എന്ന് വരും. ഓക്കെ, ഇനി എന്ത് വരും? 10y എന്ന് പറയുന്നത് 6y പ്ലസ് 24. 4y എന്ന് പറയുന്നത് 24 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. വൈ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബിയുടെ ഏജ് 4 വർഷം മുന്നേ ആണ്. 4 വർഷം മുന്നേ 6 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഏജ് എത്രയായിരിക്കും? 6 പ്ലസ് 4 10 ഇയേഴ്സ് എന്ന് കിട്ടും. 10 ഇയേഴ്സ്. നമ്മുടെ ആൻസർ എത്ര? ഓപ്ഷൻ എ 10 ഇയേഴ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ എ 10 ഇയേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ആദ്യം എയുടെ ഏജ് 4 വർഷം മുന്നേ എക്സ് ആയിട്ടും ബിയുടെ ഏജ് 4 വർഷം മുന്നേ വൈ ആയിട്ടും എടുത്തു. അപ്പൊ ഹാഫ് ഓഫ് എയുടെ ഏജ് 4 ഇയേഴ്സ് അഗോ ബൈ 4 ടൈംസ് ബിയുടെ ഏജ് 4 ഇയേഴ്സ് അഗോ എന്ന് പറയുന്നത് 5/12 ആണ്. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് 40/12, അതായത് 10/3 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്നത് നമുക്ക് 10/3 വൈ എന്ന് കിട്ടി. ആ ഫസ്റ്റ് റിലേഷനിൽ ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 8 ഇയേഴ്സ് ഹെൻസ്. അപ്പൊ 4 വർഷം മുന്നേ എക്സ് ആണെങ്കിൽ 8 ഇയേഴ്സ് ഹെൻസ് എത്രയാവും? എക്സ് പ്ലസ് 12 വൈ പ്ലസ് 12 ആണ്. അപ്പൊ ഹാഫ് ഓഫ് എയ്സ് ഏജ് അറ്റ് ദാറ്റ് ടൈം, ഹാഫ് ഓഫ് എക്സ് പ്ലസ് 12 എന്ന് പറയുന്നത് ബിയുടെ ഏജ് അറ്റ് ദാറ്റ് ടൈം -2 ആണ്. അപ്പം ബിയുടെക്കാളും 2 കുറവാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ -2 വൈ പ്ലസ് 10 എന്ന് കിട്ടും. അതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് എക്സിന് പകരം 10/3 വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ വൈയുടെ വാല്യൂ, വൈ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, വൈയുടെ വാല്യൂ 6 എന്ന് കിട്ടും. വൈ എന്ന് പറയുന്നത് ബിയുടെ ഏജ് 4 വർഷം എഗോ ആണ്. അപ്പൊ ഇപ്പോഴത്തെ ഏജ് എത്രയാ? 10 ഇയേഴ്സ് എന്ന് കിട്ടും. 10 ഇയേഴ്സ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഓരോ ഓപ്ഷൻസ് എടുക്കുക. ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ബിയുടെ പ്രസന്റ് ഏജ് 10 ഇയേഴ്സ്. എന്നിട്ട് ഈ ഇക്വേഷൻ, അതായത് ആ റേഷ്യോ 5:12 വെച്ചിട്ട് കറസ്പോണ്ടിങ് വാല്യൂ വെച്ചിട്ട് 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. ഓപ്ഷൻ സി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഇത്. ഓക്കെ, നമ്മൾ പ്രോബ്ലം സോൾവ് നമ്മളിപ്പം ചെയ്തതിനകത്തെല്ലാം നമുക്ക് ഓപ്ഷൻ സി ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ചില കേസിൽ ഓപ്ഷൻസിനേക്കാളും എളുപ്പം ഡയറക്റ്റ്ലി ചെയ്യുന്നതാണ്. ചില കേസിൽ ഓപ്ഷൻ സി ചെയ്യുന്നതാണ്. അത് നമ്മൾ നോക്കി മനസ്സിലാക്കുക. പക്ഷെ എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ സി ചെയ്യാൻ പറ്റും. ഇത് വളരെ ഈസി ടോപ്പിക്കാണ് പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മളത് സോൾവ് ചെയ്ത് തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ ഈ 40ാമത്തെ ക്വസ്റ്റൻ ഒക്കെ ചെയ്തോണ്ടേ ആ റേഷ്യോ ഒക്കെ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലാതെ ലെങ്കി സൊല്യൂഷനോട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓപ്ഷൻ സി തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മാക്സിമം വെറൈറ്റീസ് ചെയ്യുക. ഇത് ചെയ്യുന്ന ഉടനെ അല്ല, ക്വസ്റ്റ്യൻ ആദ്യം വായിച്ച് സോൾവ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് വേണം സൊല്യൂഷൻസ് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ.